എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനു. അച്ഛാ, ചേച്ചിനെ തിരിച്ചു വരില്ലേ? നിങ്ങളകത്തേക്ക് പോയി ചെല്. ആര്യയുടെ ചോദ്യം കേട്ട് ആദ്യം പറഞ്ഞു. അത് കേട്ടത് അവൻ മനസ്സോടെ റൂമിലേക്ക് പോയി. അച്ഛനും കൂടി നന്നോടൊന്ന് സംസാരിക്കുക. അവന്റെ മനസ്സിപ്പോൾ ഒരുപാട് വേദനിച്ചിരിക്കുക. ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന ആരും അറിഞ്ഞോണ്ടല്ലോ. ആദ്യം പറഞ്ഞു. അച്ഛൻ അത് കേട്ട് തലയാട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ആനന്ദിന്റെ റൂമിലേക്ക് പോയി. അവിടെ ചെന്നും കവളിൽ കൈവച്ച് നിൽക്കുന്ന ആനന്ദിനെയും ദേഷ്യത്തിൽ നിൽക്കുന്ന അമ്മയും കണ്ട് അച്ഛൻ കാര്യമറിയാതെ നിന്നു. എന്ന് തൊട്ടാ നന്ദു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിച്ച്? ഇങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ട രീതി? നീ അത്രയും പറഞ്ഞ് നോവിക്കാൻ മാത്രം എന്ത് തെറ്റാവൾ ചെയ്ത്? എല്ലാം നിനക്ക് അറിയാവുന്നല്ലേടാ? അമ്മ നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു. ആനന്ദ കേട്ട് തലതാഴ്ത്തി. എന്താ ഇവിടെ? അച്ഛൻ ചോദിച്ചു. അമ്മ കണ്ണുടച്ചുകൊണ്ട് അച്ഛനെ നോക്കി. നിങ്ങൾ പറയും, ഇവൻ കാണിച്ച് ശരിയാണോന്ന്? പരസ്പരം ഇഷ്ടപ്പെട്ടവരല്ലേ ഇവനും ലച്ചു? പിന്നെ എന്തിനാ ഇവൻ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞ്? അമ്മ, ഞാൻ പറയുന്നു നിങ്ങൾ മനസ്സിലാക്കുക പ്ലീസ്. ആനന്ദ അമ്മയോട് കെഞ്ചി. ഇനി എന്ത് മനസ്സിലാക്കാനാണ് നീ പറയുന്നത്? ഇതുവരെങ്കിലും ഞാൻ നിന്നെ തല്ലിയിട്ടുണ്ടോ നന്ദു? നിരപരാധിയായ ഒരു പെണ്ണിനെ നീ വേദനിപ്പിച്ച്. മോനെ, അവള് ഹൃദയം നൊന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കണ്ണീര് നിന്റെ മേലെ ശാപായി വീഴും. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾക്ക് അങ്ങനെ എന്നെ ശപിക്കാനാവില്ല അമ്മ. എനിക്കറിയാവളെ. ഞാനൊരിക്കലും വേദനിപ്പിക്കണമെന്ന് എഴുതി പറഞ്ഞല്ല. അവന്റെ വാക്കും കേട്ട് ഇവിടുന്ന് പോയിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അമ്മേ? ലച്ചു ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അത് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞു. അവളുടെ കൂടെ നിഴലായിട്ട് നമ്മളൊക്കെ താങ്ങും തണലുമായിട്ടുണ്ടായിട്ടും മനസ്സിലാക്കാൻ അവൾക്കായില്ലല്ലോ. അവളുടെ ഒപ്പം എന്തിനും ഞാൻ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും അവളെല്ലാം വേണ്ടാന്ന് വെച്ച് എന്നെ മറന്ന് സ്വന്തം കാര്യം നോക്കി പോയതല്ലേ. ഞാൻ അനുഭവിച്ച വേദനക്കും ടെൻഷനും അത്രയെങ്കിലും പറയേണ്ട അമ്മേ ഞാൻ. ആനന്ദ് പറഞ്ഞു. അച്ഛനും അമ്മയും വേദനയോടെ അവനെ നോക്കി. അമ്മയോട് ക്ഷമിക്കടാ, നിന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അമ്മയ്ക്കായില്ല. അവന്റെ കവിളിൽ തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞതും ആനന്ദ കേട്ട് പുഞ്ചിരിച്ചു. എന്നെ എന്തും ചെയ്യാനുള്ള അവകാശം അമ്മയ്ക്കുണ്ടല്ലോ. ഒരടി തന്നാൽ അമ്മയുടെ മനസ്സിൽ എന്നെ കുറിച്ച് ഒരു സമാധാനം കാണുമെന്ന് എനിക്കറിയില്ലേ. അവൻ താടിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇനി എന്താ നിന്റെ തീരുമാനം? ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനാണോ? ഇനി നീട്ടാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും താലി കെട്ടി അത് ലച്ചു എന്നെ അഴിച്ചിരിയും ചെയ്തു. ഇനിയിപ്പോൾ മുറ പോലെ ആദ്യം മുതൽ എത്രയും വേഗം കല്യാണം നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. ഇനിയും വെച്ച് നീട്ടിയിട്ട് എന്താ കാര്യം? അമ്മ, അത് പിന്നെ നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ലച്ചു അച്ഛനും അമ്മ ഇതൊക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. മാതാപിതാക്കളുടെ വേദന പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവരുടെയൊക്കെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ എത്രയും വേഗം വിവാഹം നടത്തിയേ പറ്റൂ. അതിലിനി നിന്റെ തീരുമാനം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണല്ലോ, അത് മാത്രം മതി. അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ അവൻ മറുത്തൊന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ നാളെ തന്നെ പെണ്ണുകാണിലങ്ങ് നടത്താം. ഉടൻ തന്നെ വിവാഹം. ആ കൂട്ടിൽ തന്നെ ആദിയുടെയും കാവ്യയുടെയും നടത്താം. അമ്മ പറഞ്ഞു. ആനന്ദ കേട്ട് സമ്മതത്തോടെ തലയാട്ടി. അവൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും സമ്മതത്തോടെ അവളെ സ്വന്തമാക്കാൻ പോകുന്നു എന്ന സന്തോഷം മലതല്ലി. കാര്യങ്ങൾ സുമതി അറിയിച്ചതും കാവ്യയുടെ കാര്യോർത്ത് അവർക്ക് സന്തോഷമായി. ആനന്ദിന്റെയും ലച്ചുവിന്റെയും വിവാഹം നടക്കുമെന്ന് ഉറച്ചതോടെ സുമതി താല്പര്യമില്ലാത്ത മട്ടിൽ നിന്നു. ആദ്യം കാവ്യം അത് കേട്ട് ഫുൾ ഹാപ്പിയാണ്. ലച്ചു! അവന്റെ വീട്ടിൽ നിന്ന് ഫോൺ വന്ന വിവരറിഞ്ഞ് ഗിരി സന്തോഷത്തോടെ ലച്ചുവിനെ വിളിച്ചു. ലച്ചു ഫ്രഷായി ഇറങ്ങിയതും അച്ഛൻ്റെ വിളിയായിട്ട് വേഗത്തിൽ ഹാളിലേക്ക് നടന്നു. അവളെ കണ്ടതും അച്ഛൻ സന്തോഷം കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി. എന്താ ഇത്ര സന്തോഷം? പിന്നെ സന്തോഷിക്കാതെ, ആനന്ദിന്റെ വീട്ടിൽ നിന്ന് അവർ വിളിച്ചു. നാളെ നിന്നെ കാണാൻ അവരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നിന്റെ അച്ഛൻ ഇപ്പോഴാ സമാധാനമായതും ആ മുഖം ഒന്ന് തെളിഞ്ഞതും. അമ്മ പറഞ്ഞു. ലച്ചു അത് കേട്ട് സന്തോഷം കൊണ്ട് ചിരിച്ചു. ആനന്ദിന്റെ കാര്യമോർത്ത് അവളുടെ ഉള്ളിലെ സന്തോഷം മാഞ്ഞു. നിനക്ക് സന്തോഷമായില്ലേ മോളെ? അവന് നിന്നെ വേണ്ടാന്ന് വെക്കാനാവില്ല. അച്ഛൻ പറഞ്ഞില്ലേ, അപ്പോഴുള്ള ദേഷ്യത്തിൽ പറഞ്ഞാണെന്ന്. ഇനി എല്ലാം ശരിയാവും. മാറ്റിവെക്കാൻ ഇനി ഒന്നിനും സമയമില്ല. ഉടൻ തന്നെ വിവാഹം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം ഗംഭീരമായിട്ട് ഒരു കുറവുമില്ലാണ്ട് നടത്തണം. ഗിരിയാദം പറഞ്ഞ് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അകത്തേക്ക് പോയി. വിവാഹം എന്ന് കേട്ടതും അവളുടെ ഉള്ളിൽ കഴിഞ്ഞ നിമിഷങ്ങൾ കടന്നു വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. രാധികയിൽ നിന്ന് അത് മറച്ച് മുഖത്ത് ചിരിവരുത്തി വെച്ച് റൂമിലേക്ക് പോയതും രാധികയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇനിയെങ്കിലും എൻ്റെ മോളുടെ ജീവിതം സന്തോഷമായി കണ്ടാൽ മതി. നീയേ ഉള്ളൂ ദേവി ഞങ്ങൾക്ക്. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ലച്ചു പോയത് നോക്കി. റൂമിലെത്തിയതും കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു അവൾക്ക്. സന്തോഷമുണ്ട്, എന്നാലും അവനെ ഓർക്കുമ്പോൾ ഒരു തരം വേദനയായിരുന്നു അവൾക്ക്. എൻ്റെ തെറ്റ് തന്നെയാ. ഏട്ടനെ വിളിച്ച സോറി പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. പിന്നെ എന്തിനാ ഞാനിങ്ങനെ വിഷമിക്കുന്നേ? ലച്ചു സ്വയം ആശ്വസിച്ചുകൊണ്ട് ഫോൺ കയ്യിലെടുത്തു. അല്ലേ വേണ്ട, എന്നെ പറഞ്ഞാൽ ഏട്ടൻ്റെ ഭാഗത്തില്ലേ തെറ്റ്. ഇങ്ങോട്ട് വിളിച്ചാലെന്താ? ആൾ വിളിക്കണോ വേണ്ടോ എന്ന ആലോചനയോടെ നിന്നു. എന്താ നമുക്ക് ഫോൺ പിടിച്ച് കുറേ നേരം ഇരിപ്പുടങ്ങിയിട്ട്? ആനന്ദിനെ കണ്ടത് ആദ്യം ചോദിച്ചു. അവന് അച്ഛൻ ലച്ചുവിൻ്റെ വീട്ടിൽ പറഞ്ഞ നാളത്തെ കാര്യങ്ങളെല്ലാം അറിയിച്ചു. എന്നിട്ടും ലച്ചു എന്നെ വിളിച്ചില്ലല്ലോ എന്നാ. ഇനി ശരിക്കും അവൾക്ക് എന്നോട് ഇഷ്ടം കാണില്ലേ? നിനക്ക് മുഴുവൻ അട്ടാടാ. ഇത്രയും നാൾ പരസ്പരം സ്നേഹിച്ചിട്ട് ഇപ്പോൾ ഇഷ്ടമല്ലെന്ന് ചിന്തിക്കാൻ. അവൾ വിളിക്കില്ല, കാരണം നീ അവിടുന്ന് പോരുമ്പോൾ പറഞ്ഞ് അത്ര സന്തോഷം കൊടുക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ആരി തിളങ്ങാൻ സമയമെടുക്കും. അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചൊരു സോറി പറയും, സമയം കളയാതെ. അത് വേണോടാ, അവൾ കാണിച്ചതും തെറ്റല്ലേ. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ അവളെന്താ വിചാരിക്കുക? എന്ത് വിചാരിക്കാൻ? ഒന്നും വിചാരിക്കില്ല.
അവൾക്ക് സന്തോഷമാവും. ഞാൻ കണ്ടതിൽ വെച്ച് പാവമായിട്ട് തോന്നി അവളെയാ. നിന്നെ പോലെ ആവും അവളിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങൾ രണ്ടും കൂടി ഇത് തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരാൾ മുൻകൈ എടുക്കാൻ ഒന്നും നടക്കില്ല. എന്നാലും നീ അങ്ങോട്ട് വിളിക്കുക. എല്ലാം കോംപ്രമൈസ് ആക്കിയിട്ട് വാ. സമയമില്ല, പെട്ടെന്ന് ഇറങ്ങണം. അറിയാലോ. ആദ്യം ഓർമ്മിപ്പിച്ചതും ആനന്ദ കേട്ട് തലയാട്ടി. ആദ്യം പോയതും അവൻ ഒന്നുകൂടെ ഫോണിൽ നോക്കി. രണ്ടും കൽപ്പിച്ച് അവൾ വിളിക്കാൻ ഡയൽ ചെയ്ത് ലച്ചുവിന്റെ കോൾ അവന്റെ ഫോണിലേക്ക് വരുന്ന കണ്ടതും അവൻ ചിരിയോടെ ഫോണെടുത്തു. ഫോണെടുത്തിട്ടും ശബ്ദമൊന്നും കേൾക്കാത്ത കണ്ടതും അവൻ അങ്ങോട്ട് സംസാരിച്ചു. ഹലോ. ആനന്ദിന്റെ ശബ്ദം കേട്ടതും ലച്ചുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. അതിനവളൊന്ന് മൂളുക മാത്രം ചെയ്തു. ദേഷ്യമാണ് എന്നോട്? അല്ല. പിന്നെ നീ മിണ്ടാത്ത? കാര്യങ്ങൾ അറിഞ്ഞില്ല എല്ലാം? അച്ഛൻ പറഞ്ഞു. ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ. ഇനി ഇവിടെ വന്നിട്ട് ഇറങ്ങിയോടാണെങ്കിൽ വേണ്ട. ആനന്ദ് പറഞ്ഞു. ലച്ചു പല്ലടിച്ചു. ഏണ്ണി ഇപ്പോഴും എന്നെ മനസ്സിലാക്കാനായിട്ടില്ലല്ലേ? നിങ്ങൾ വിളിച്ച എന്നെ വേണം പറയാൻ. ഒരു വട്ടം പോലും എന്നെ വിളിക്കാൻ തോന്നിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ വേണ്ടായിരുന്നു തോന്നുക. അതും പറഞ്ഞ് അവൾ കലിപ്പിൽ ഫോൺ കട്ടാക്കിയതും ആനന്ദ് തലക്ക് കൈവച്ചു. ദൈവമേ, വീണ്ടും പണിവാളിയോ എൻ്റെ ഒരു കാര്യം. അവൻ ഒന്ന് രണ്ടു വട്ടം അവൾ അങ്ങോട്ട് വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. അവസാനം വാശിയിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അവിടെ കിടന്ന് വിളിക്കട്ടെ, ഇനി എടുക്കുന്ന പ്രശ്നമില്ല, കാണിച്ചു തരാം ഞാൻ. സ്വയം പറഞ്ഞുകൊണ്ട് ലച്ചു ഫോൺ ബെഡിലേക്ക് ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. അവന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും അവളുടെ മനസ്സിലൊരു സമാധാനം തോന്നിയിരുന്നു. നാളത്തേക്കുള്ള ഒരുക്കത്തിലാണ് ഗിരിയും രാധികയും. ലച്ചുവും സന്തോഷത്തോടെ അവരെ സഹായിക്കാൻ ഒപ്പം കൂടി. എന്തായി, കോംപ്രമൈസ് ആക്കിയോ? വണ്ടിയിൽ കയറി ആനന്ദിനെ കണ്ട് ആദ്യം ചോദിച്ചു. അവൾ തോള് നോക്കി ഇല്ലെന്ന് കാണിച്ചു. അവള് സ്വിച്ച് ഓഫ് ആക്കി പോയി. നീ എന്തെങ്കിലും വീണ്ടും പറഞ്ഞു കാണും. ആദ്യം പറഞ്ഞതും ആനന്ദ കേട്ട് ചിരിച്ചു കാണിച്ചു. രണ്ടും കൊള്ളാം. ആദ്യം അതും പറഞ്ഞു വണ്ടിയെടുത്തും ആനന്ദ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ ഓർത്തു. കാണും പോലെയല്ല, കുറച്ച് വാശിക്കാരിയാ. ഞാൻ ശരിയാക്കി തരാം. മനസ്സിൽ അവളെ ഓർത്തിരുന്നു. പെട്ടെന്ന് ആദ്യം ബ്രേക്ക് ചവിട്ടിയതും ആനന്ദ് മുന്നിലേക്ക് ആഞ്ഞു. എന്താടാ? ആനന്ദ് നെറ്റി തടവിക്കൊണ്ട് ചോദിച്ചും ആദ്യം മുന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടെ കാറിന് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ശങ്കറിനെയും അയാളുടെ ആൾക്കാരെയും കണ്ട് ആനന്ദ് അയാളെ ദേഷ്യത്തിൽ നോക്കി. കിട്ടിയതൊന്നും പോരാന്ന് തോന്നുന്നു. ആനന്ദ് അതും പറഞ്ഞ് ഇറങ്ങാൻ പോയതും ആദ്യം അവനെ തടഞ്ഞു. നന്ദു, അബദ്ധം കാണിക്കണ്ട. അമ്മാരുടെ കയ്യിൽ കത്തിയെന്തെങ്കിലും കാണും, സൂക്ഷിച്ച്. ആദ്യം പറഞ്ഞു. അത് കേട്ട് ആലോചിച്ചുകൊണ്ട് രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവരെ കണ്ടതും ശങ്കർ പകയോടെ രണ്ടുപേരെയും നോക്കി. പോലീസ് എന്ന വ്യാജേന ആളിറക്കി എന്റെ മോനെ എവിടേക്കടാ നീയൊക്കെ കൊണ്ടുപോയത്? ശങ്കർ ദേഷ്യത്തിൽ ചോദിച്ചു. അവരൊരു കുലുക്കമില്ലാ നിന്നു. ഓഹോ, ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചോ? എന്നാ പിന്നെ എവിടെയാണെന്ന് കൂടി കണ്ടുപിടിച്ചുകൂടായിരുന്നോ? നിനക്കൊന്നും എന്നെ കുറിച്ചൊന്നും അറിയില്ല. അവനെന്തെങ്കിലും പറ്റിയ തീർത്തുകളി ഞാൻ നിന്നൊക്കെ. നിങ്ങളൊന്നും ചെയ്യില്ല. കാരണം അവനെവിടെയാണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. ഞങ്ങൾക്കൊന്നാ ശ്വാസം കിട്ടാതെ പട്ടിണി കിടന്ന് പുഴുത്ത് ചാവും അവൻ. ആദ്യം പറഞ്ഞു. ശങ്കർ അത് കേട്ട് മുഖം തിരിച്ചു. പറഞ്ഞപ്പോൾ തന്നെ സഹിക്കുന്നില്ലല്ലേ? അപ്പൊ ജീവനറ്റ ശരീരമായി എല്ലാം നഷ്ടമായി നിന്റെ മോൻ കൊന്ന പെൺകുട്ടികളുടെ വീട്ടുകാരുടെ അവസ്ഥ എന്താവും? അവൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയും, അവർ വിശ്വസിക്കും. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. അപ്പം എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലേ? അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം നടന്നിട്ട് ഞങ്ങൾ അറിയുന്നത്. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അവനെ അങ്ങനെ വളർത്തിയ നിങ്ങളല്ലേ? സ്വന്തം മകൻ അങ്ങനെ ഒരു സ്വഭാവദൂഷ്യം ഉണ്ടായിട്ടും മറച്ചു വെച്ച് സ്വന്തം ബന്ധുക്കൾ തന്നെ ചതിച്ചവനല്ലേ നിങ്ങൾ? സ്വഭാവം അങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ കൊന്ന് കളയണമായിരുന്നു അവനെ. അത് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ബാക്കിയുള്ളവർ ചെയ്യും. അവനെന്തെങ്കിലും പറ്റിയാ നിങ്ങളെ വെറുതെ വിടില്ല ഞാൻ. നിന്റെയൊക്കെ കുടുംബം പോലും ബാക്കി വെക്കില്ല. ശങ്കർ വാശിയോടെ പറഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചാ പിന്നെ നിന്റെ അസ്ഥി പോലും ബാക്കിയുണ്ടാവില്ല. അവനെ പോലീസ് കൊണ്ടുപോയത് നിങ്ങൾക്ക് മുമ്പിൽ വെച്ചല്ലേ, അല്ലാതെ ഞങ്ങളല്ലല്ലോ. പോയി അന്വേഷിക്കുക എവിടെയാണെന്ന്. ചിലപ്പോൾ അവർ തന്നെ എവിടെയെങ്കിലും കൊന്ന് കെട്ടിത്താഴ്ത്തി കാണും. അല്ലാതെ കൊണ്ടുപോയി ആദരിക്കാൻ മഹാത്മാവൊന്നല്ലല്ലോ തൻ്റെ മോൻ. ആനന്ദ് പുച്ഛത്തോടെ പറഞ്ഞു. ശങ്കർ അത് കേട്ട് പകയോടെ അവനെ നോക്കി. മാറിയിക്കടോ, മോനെ കണ്ടില്ല ഞങ്ങളോടാണ് ചോദിക്കുന്നത്. പോയി പോലീസ് പറയേ, അവരുടെ പണിയാത്. അല്ലേ പിന്നെ നിരന്ന് നിൽക്കുമല്ലേ പറയണം. ഇങ്ങനെയെങ്കിലും ശരീരാണെങ്കിൽ പണിയെടുക്കാൻ പറയേ. ആദ്യം അതും പറഞ്ഞ് വണ്ടിയിൽ പോയി കയറിയതും ആനന്ദ് അവൻ്റെ ഒപ്പം കയറി. ഇപ്പൊ നീയൊക്കെ പോയിക്കോ, പക്ഷെ എൻ്റെ മോൻ്റെ മിസ്സിങ്ങിന് പിന്നിൽ നീയൊക്കെ ആണെന്ന് തെളിയുന്ന നിമിഷം ജീവനോടുണ്ടാവില്ല ആരും. അയാൾ പറഞ്ഞു. അത് പൂച്ചിച്ച് തള്ളിക്കൊണ്ട് അവർ വണ്ടിയും എടുത്ത് പോയി. സാറേ, ആമാര് പിടിച്ചു കൊടുഞ്ഞാലോ? കൂടെ നമ്മാരിലൊരുത്തൻ ചോദിച്ചു. ശങ്കർ അയാളെ ദേഷ്യത്തിൽ നോക്കി. ആമാര് പറഞ്ഞ നേരാ. എൻ്റെ പൈസ തിന്നീർക്കാനും നിന്നെ കൊണ്ട് സാധിക്കും. മര്യാദക്കാരനെ പോയി കണ്ടുപിടിക്ക്. കാർത്തിക്കൊന്നും സംഭവിക്കരുത്. അവൻ എവിടെയാണെന്ന് അറിയണം എനിക്ക്. ശങ്കർ പറഞ്ഞു. അവന്മാർ വണ്ടിയെടുത്ത് പോയി. ഗൗരി കാർത്തികിനെ കുറിച്ച് വിവരമില്ലാതെ എപ്പോഴും മുറിയിൽ അടച്ചിരിപ്പാണ്. ലച്ചുവിന്റെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ശങ്കറും ഗൗരിയും കാർത്തികിനെ കാണാൻ പോയിരുന്നു. അവിടെ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നിട്ടില്ലെന്നറിഞ്ഞു ഗൗരി അതോടെ അവനെ ഓർത്തിരിപ്പാണ്. ശങ്കറിന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും ഗൗരി റൂമിൽ നിന്ന് കാർത്തികിനെ കാണാനുള്ള ആഗ്രഹത്തോടെ പുറത്തേക്ക് വന്നു. കാർത്തിക് കൂടെ ഇല്ലാത്ത കണ്ടതും ഗൗരി നിശ്ചലമായി കുറച്ചു നേരം നിന്നു.
ഒരു വിവരവും കിട്ടിയില്ല അല്ലേ? ഇല്ല, ആമാരെ കണ്ടിരുന്നു. രണ്ടും അടുക്കാത്ത സ്വഭാവ. ശങ്കർ പറഞ്ഞു. ഗൗരി അതിനൊന്ന് മൂളി. അവനെ കാണാതെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ഇപ്പൊ തോന്നുന്നു അന്നേ അവനെ പറഞ്ഞു മനസ്സിലാക്കി തെറ്റിരുത്തി വളർത്തിയിരുന്നെങ്കിൽ അവനിപ്പോ നമുക്കൊപ്പം ഉണ്ടായിരുന്നേനെന്ന്. ഇങ്ങനെ അവനെ ഓർത്ത് കരയേണ്ടി വരില്ലായിരുന്നു എന്ന്. അവന് വേണ്ടി നമ്മളെല്ലാവരെയും വെറുപ്പിച്ചു. ഇപ്പൊ കൂടെയുള്ള വെറും വാടകുണ്ടുകൾ മാത്രം. നാളെ പണം കിട്ടിയ ആരുടെ കഴുത്തോർക്കോ അമ്മാര്. ഗൗരി സങ്കടത്തോടെ പറഞ്ഞു. ശങ്കറിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നി തുടങ്ങി. എല്ലാത്തിനും കാരണം നമ്മൾ തന്നെയാ. അവന്റെ തോന്നിയാസിന് വളം വെച്ചു കൊടുത്ത് തിരിച്ചു കിട്ടിയാലും വീണ്ടും മറ്റുള്ളവർക്ക് ദ്രോഹം അവനെ കൊണ്ടുണ്ടാവും. എവിടെയെങ്കിലും പോട്ടെ. ഒന്നും പറയാനാവാതെ ശങ്കർ അതും പറഞ്ഞ ഉള്ളിലേക്ക് പോയതും ഗൗരി അത് കേട്ട് കണ്ണുടച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. അടച്ചിട്ട് ഇരുട്ട് മുറിയിലേക്ക് വെളിച്ചം കടന്നും അവന്റെ കണ്ണുകളെ കീറി മുറിച്ച പോലെ വെളിച്ചം അകത്തേക്ക് കയറി. കാർത്തിക് കണ്ണുറക്കാനാവാതെ മുറുകെ അടച്ചു പിടിച്ചു. അല്പസമയം കഴിഞ്ഞതും അവൻ കണ്ണുകൾ തുറന്നു. കമ്പിയിൽ തലകീഴെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നവനെ കണ്ട് ആനന്ദും ആദിയും ചിരിച്ചു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അവശനായി പോയിരുന്നു കാർത്തിക്. മുന്നിലേക്ക് നടന്നു വരുന്ന ആദി ആനന്ദിനെയും കണ്ട് കാർത്തിക് ഞെട്ടി. അവരവനെ പുച്ഛത്തോടെ നോക്കി. വെള്ളം, അവൻ പറഞ്ഞു. ആനന്ദ കേട്ട് അവിടെ ഇരുന്ന വെള്ളമെടുത്ത് അവന്റെ നേർക്ക് നീട്ടിയതും ബന്ധിച്ച് കെട്ടിയത് കാരണം അവൻ അനങ്ങാൻ പോലും ആയില്ല. കാർത്തിക് ആർത്തിയോടെ വെള്ളത്തിലേക്ക് നോക്കിയതും ആനന്ദ് കുപ്പി തുറന്ന് വെള്ളം തറയിലേക്ക് ഒഴിച്ചു. അത് കണ്ടതും കാർത്തിക് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി അവർ നോക്കി. ദാഹിക്കുന്നുണ്ടല്ലേ നിനക്ക്? വെള്ളമാണോ നിനക്ക് വേണ്ടത്? പക്ഷെ വെള്ളം തീർന്നുപോയി. ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാർത്തിക് അവനെ ദേഷ്യത്തിൽ നോക്കി. ആരോഗ്യമില്ലെങ്കിലും നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ. സത്യത്തിൽ ഒരു ഡോക്ടർ കൂട്ടേൽക്കാൻ പാടില്ലാത്ത ഒന്നായത് ഒരാളുടെ ജീവൻ വെച്ചുള്ള കളി. പക്ഷേ നീ ഒരുപാട് പേരുടെ ജീവൻ എടുത്തവനാ. അതുകൊണ്ട് നിന്നിങ്ങനെ കാണുമ്പോൾ എനിക്കിപ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. എനിക്ക് കുറച്ച് വെള്ളം താ പ്ലീസ്. അവൻ ഈ ആഴ്ചയും ആനന്ദത കേട്ട് ചിരിച്ചു. അത് കണ്ടത് അവരിൽ നിന്ന് യാതൊരു ദയം കിട്ടില്ലെന്ന് കാർത്തികിന് മനസ്സിലായി. നിന്നെയൊക്കെ കൊണ്ട് അനുഭവിപ്പിക്കും ഞാനിതിന്. അവൻ സംസാരിക്കാനാവാതെ പറഞ്ഞു. അതിന് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന നിന്റെ ശവമായിരിക്കും. അതും പറഞ്ഞ് വരുൺ അവിടേക്ക് വന്ന് അവനെ കണ്ട് കാർത്തിക് ഞെട്ടി. നീ ഉണ്ടോ എന്നെ കൊല്ലാൻ ഇവരുടെ കൂടെ? ഞാനാണല്ലോ നിന്നെ കൊല്ലാനുള്ള പ്ലാൻ പോലും ഉണ്ടാക്കിയത്, വരുൺ പറഞ്ഞു. കാർത്തിക് ഞെട്ടി. ഇപ്പോഴേ ഞെട്ടാൻ വരട്ടെ. നിനക്ക് ഞെട്ടാൻ പറ്റിയ സർപ്രൈസ് പുറകെ വരുന്നുണ്ട്. തൽക്കാലം ഇപ്പൊ നിനക്കൊരു കുഞ്ഞു സമ്മാനം തരാം. വരുൺ അതും പറഞ്ഞ് മുളക് കലക്കിയ വെള്ളമെടുത്ത് അവന്റെ വായ്ക്ക് നേർക്ക് നീട്ടിയതും കാർത്തിക് ദാഹം കൊണ്ടൊന്നും ഓർക്കാതെ നാവ് നീട്ടി. അത് കണ്ടതും വരുൺ ദേഷ്യത്തിൽ വെള്ളം അവന്റെ വായിൽ കമിഴ്ത്തി. കാർത്തിക് എരിവിൽ നീറിപ്പോഞ്ഞുകൊണ്ട് വെള്ളം തുപ്പാൻ പോയതും അതിന് സമ്മതിക്കാതെ അവരവന്റെ വാ മൂടിക്കെട്ടി. അവന്റെ മുഖത്തു കൂടി ആ വെള്ളം ചീന്തിയതും കാർത്തിക് സഹിക്കാൻ വയ്യാതെ പിടഞ്ഞു. അത് കണ്ടതും വരുണിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് വേദന കൊണ്ട് പിടഞ്ഞ അവന്റെ സഹോദരിയുടെ മുഖമായിരുന്നു. ഇതിനേക്കാൾ വേദന ആയിരുന്നില്ലടാ അന്ന് എന്റെ പെങ്ങൾ അനുഭവിച്ച്. ഒരൽപ്പം ദയെങ്കിൽ നീ അവളോട് കാണിച്ചോ? ജീവന് വേണ്ടി അവൾ യാചിച്ചില്ലേ നിന്നോട്? ഒരു കുടുംബത്തിന് മുഴുവൻ വേദനയിലേക്ക് തള്ളിയിട്ടരാ നീ. നിന്നെ ജീവനോടെ വിടില്ലടാ. ഇഞ്ചിഞ്ചായി കൊല്ലും നിന്നെ ഞാൻ. വേദന കൊണ്ട് നീ പെടയണം. അതെനിക്ക് കാണണം. എന്റെ പെങ്ങൾക്ക് നീതി കിട്ടാൻ നീ മരിക്കണം. അവളെപ്പോലെ ഒരുപാട് പേരെ നീ കൊന്നില്ലേ? അതൊക്കെ ഓർത്ത് നീ വേദനിക്കണം. അവരനുഭവിച്ച വേദന എന്താന്ന് നിന്നെ ഞങ്ങൾ അറിയിക്കും. വരുൺ ദേഷ്യത്തിൽ പറഞ്ഞു. കാർത്തിക് അപ്പോഴും പിടയുകയായിരുന്നു. വരുൺ വാ, അവനിനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്തൊക്കെ കിടക്കുന്ന അവനിനി അനുഭവിക്കാൻ. ആനന്ദ് അതും പറഞ്ഞ് വരുണിനെയും കൊണ്ട് പുറത്തിറങ്ങിയതും വരുൺ വേദനയോടെ നിന്നു. അവന്റെ കണ്ണുകൾ വേണിയോർത്ത് നിറഞ്ഞൊഴുകി. അത് കണ്ടതും ആനന്ദും ആദി അവനെ ആശ്വസിപ്പിച്ചു. വരും വഴി അവന്റെ അച്ഛനെ കണ്ടിരുന്നു. ആദി പറഞ്ഞതും വരുൺ അത് കേട്ട് ആലോചനയോടെ നിന്നു. അവൻ കഴിഞ്ഞാൽ എൻ്റെ അടുത്തിൽ അവൻ്റെ അച്ഛനാ, വരുൺ പകയോടെ പറഞ്ഞു. അത് കേട്ടതും ആദിയും ആനന്ദും പരസ്പരം നോക്കി. വരുൺ, ഒരാളുടെ ജീവൻ എടുക്കുന്നതിൽ വലിയ തെറ്റ് വേറെ ഇല്ല. നമ്മുടെ ശത്രു കാർത്തികാണ്. അവനുള്ള ആവശ്യം പോലും നമുക്ക് കൊടുക്കാം. സ്വന്തം മകന്റെ ജീവനറ്റ ശരീരം കാണേണ്ടി വരുന്ന അച്ഛൻ്റെ അമ്മയുടെയും മുഖം നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. നിനക്ക് സംഭവിച്ച അതേ അവസ്ഥയാണത്. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടാവുന്ന ഒരു വലിയ ശിക്ഷ തന്നെയത്. കുറ്റബോധം കൊണ്ട് നീറി അവർ കഴിയണം. അതല്ലേ നമുക്ക് വേണ്ടത്. ആദ്യം പറഞ്ഞത് വരുൺ പരതോർത്തുകൊണ്ട് അതേ നിൽപ്പായിരുന്നു. അവനെപ്പോലൊരു വൃത്തികെട്ടവന് ജന്മം നൽകി അവരും തെറ്റുകാരല്ലേ. ആരെയും വെറുതെ വിടാൻ എനിക്കാവില്ല. കാർത്തികിന്റെ കാര്യത്തിൽ നിനക്കൊപ്പം ഞങ്ങളുണ്ടാവും. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങളുണ്ടാവില്ല. ഒരു കണക്കിന് അവരും അവനെ പോലെ തെറ്റുകാരാണ്. പക്ഷെ ജീവനെടുത്തുകൊണ്ട് അവർ കാരണം മറ്റുള്ളവർ അനുഭവിച്ച വേദന മനസ്സിലാകാതെ എളുപ്പത്തിൽ മരണമായിരിക്കും നീ അവർക്ക് കൊടുക്കുന്നത്. അത് വേണോ വേണ്ടയോന്ന് നിനക്ക് തീരുമാനിക്കാം. വേണ്ട, ഞാനും എൻ്റെ വീട്ടുകാരനുഭവിച്ച വേദന അവരും അറിയണം. അത് മതിയിരിക്കുക. വരുൺ പറഞ്ഞതും ആദ്യം ആനന്ദ് അവനെ ആശ്വസിപ്പിച്ചു. ആനന്ദവാദിയും വീട്ടിലെത്തിയതും പിറ്റത്തേക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിരുന്നു. വലിയേട്ടാ, നാളെ ചേച്ചി കാണാൻ പോകുമ്പോൾ ഏട്ടെന്തോ ഈ ഷർട്ട് ഇടണം. ഒരു മെറൂൺ കളർ ഷർട്ട് എടുത്ത് അവൻ്റെ ദേഹത്തേക്ക് വെച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. ലച്ചു ചേച്ചിക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്ന ഈ കളർ ഡ്രസ്സാ. അതുകൊണ്ട് ഏട്ടന് മാച്ചായിട്ട് തന്നെ എടുത്തു. അപ്പൊ നമുക്കൊന്നുമില്ലേ? ആദ്യ കാവ്യ നോയി ചോദിച്ചും അത് കേട്ടവൾ ചിരിച്ചു.
ആദ്യം എനിക്കും ബ്ലൂവാ. ഞാൻ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവരെ പോലെ പെണ്ണുകാണൽ ചടങ്ങൊന്നും ഉണ്ടാവില്ലല്ലോ. കാവ്യ നിരാശയോടെ പറഞ്ഞു. നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പെണ്ണ് കാണലാണല്ലോ. പിന്നെ കാവ്യക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് മുറ പോലെ ഇവിടെ വെച്ച് നടത്തിയേക്കാം. അച്ഛൻ പറഞ്ഞു. കാവ്യത കേട്ട് ആദ്യം നോക്കി. അതൊന്നും വേണ്ട അച്ഛാ, ഇവളും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇവള് വെറുതെ ഓരോന്ന് പറയുന്ന അച്ഛനത് കേട്ട് അവളെ സപ്പോർട്ട് ചെയ്യണോ? അവൾക്ക് മാത്രമല്ലടാ, എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ മോളുടെ കല്യാണം എല്ലാം അതിൻ്റെതായ രീതിയിൽ നടത്താൻ. പ്രിയയുടെ കല്യാണം എന്തായാലും ഇപ്പോഴൊന്നും ഉണ്ടാവില്ലെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ പിന്നെ ഇവളുടെയെങ്കിലും ഇപ്പോൾ നന്നായിട്ട് നടക്കണം. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ആദ്യം അതും പറഞ്ഞ് റൂമിലേക്ക് പോയതും കാവ്യത കേട്ട് ചുണ്ടുകുളുക്കി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.